PSA ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ആകസ്മികമായിട്ട് ഈ പ്രോസ്റ്റേറ്റിന് ക്യാൻസറിൻ്റെ ഒരു സാധ്യതയുണ്ടെന്നൊക്കെ അറിയുന്നത്. എന്താണ് ഈ PSA ടെസ്റ്റ്? PSA ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSAയുടെ ഫുൾ ഫോം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ആണ്. അപ്പോൾ പ്രോസ്റ്റേറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പം ക്യാൻസർ പേഷ്യൻസിൽ ഇതിൻ്റെ അളവ് കൂടും. അപ്പം യൂഷ്വലി ഒരു 4 താഴെ മിക്കവാറും നമ്മൾ നോക്കുമ്പോൾ ഒരു 1 or 2 3 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതിന് കൂടുതൽ 4ലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോയെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൽ വേണം. പ്രത്യേകിച്ച് 4 ലാബിൻ്റെയൊക്കെ അനുസരിച്ച് ഒരു 4 മുകളിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് അത് മോർ സ്ട്രോങ്ങർ അല്ലെ മോർ ഹയർ ഗ്രേഡിലേക്ക് ആകാൻ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ പ്രോസ്റ്റേറ്റ് PSA വെച്ച് മാത്രം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പം ഒരു ഇൻഫെക്ഷൻ വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് അവിടെ ഒരു ഇഞ്ചുറി വരുമോ പ്രോസ്റ്റേറ്റുമായിട്ടോ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് PSA കൂടാം. പക്ഷെ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രാവശ്യം കഴിഞ്ഞ് നമുക്ക് ഒരു പ്രാവശ്യം നോക്കിയാൽ നമുക്കൊരു 1 വീക്ക് ഓർ 2 വീക്സ് കഴിയുമ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പം വീണ്ടും അങ്ങനെ നിൽക്കുകയാണ്, വേറൊരു റീസണും ഇല്ല, ഇൻഫെക്ഷനും ഒന്നും ഇല്ല, എന്നിട്ടും നിൽക്കുകയാണെങ്കിൽ നമ്മളത് ക്യാൻസർ ആണെന്ന് സസ്പെക്ട് ചെയ്യേണ്ടത്. അപ്പം ഏറ്റവും പ്രധാനം നമ്മളൊരു പ്രിവെൻഷൻ, ആണുങ്ങളെല്ലാവരും പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ കൂടുതലാണല്ലോ. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇതാണ്. 2 കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ക്യാൻസറിൻ്റെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറും അതുപോലെ പ്രോസ്റ്റേറ്റ് സംബന്ധിച്ചുള്ള ഏത് അസുഖമാണെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് PSAയും, ഈ 2 ഒരു പെൽവിക് സ്കാന്, അബ്ഡോമിനൽ സ്കാൻ, അബ്ഡോമിനൽ പെൽവിസിൻ്റെ സ്കാന്. അപ്പം BPH, അതായത് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസിയ. ബിനൈൻ പ്രോസ്റ്റേറ്റിന് വളരുന്ന ഗ്രോത്ത് ആണല്ലോ ക്യാൻസർ. അതിൻ്റെ ഒരു നോൺ ക്യാൻസറസ് ഫോം ഉണ്ട്. പക്ഷേ മിക്കവാറും ഈ നോൺ ക്യാൻസറസ് ഫോം വന്നു കഴിഞ്ഞവരിലായിരിക്കും മിക്കവാറും ഇതിലേക്ക് വരുന്നത്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിലേക്ക്. അപ്പം നമ്മൾ ഈ BPHനെ നമ്മളൊരു പ്രീ ക്യാൻസറസ് കണ്ടീഷനായിട്ട് കാണാനും കൂടെ നമുക്ക് തുടങ്ങണം. കാരണം മിക്കവാറും പ്രോസ്റ്റേറ്റ് ക്യാൻസറായിട്ട് പേഷ്യൻസിനെല്ലാം തന്നെ ഗ്രേഡ് 2 or 3 മിക്കവാറും അറ്റ്ലീസ്റ്റ് 1 എങ്കിലും, വളരെ കുറവ് പേര് മാത്രമേ നോർമൽ പ്രോസ്റ്റേറ്റ് വന്നിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ അതും അതിന് മുമ്പ് വരുന്നുണ്ട്. അപ്പം നേരത്തെ തന്നെ PSAയും ഒരു അൾട്രാസൗണ്ട് സ്കാൻ, അതിനാണെങ്കിൽ വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു അൾട്രാസൗണ്ട് സ്കാനും PSA ടെസ്റ്റും നമ്മൾ റിപ്പീറ്റായിട്ട് അറ്റ്ലീസ്റ്റ് എവരി ഇയർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം ഹെൽത്ത് ചെക്കപ്പിൻ്റെ പാർട്ടായിട്ട്. പ്രത്യേകിച്ച് 40 കഴിഞ്ഞാൽ. ഇപ്പോൾ ഈവൻ 40ക്ക് മുമ്പ് പോലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന് തുടങ്ങുന്ന ഒരു കാലമാണിത്. വളരെ അഗ്രസീവ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ഫോമായിട്ട് കാണാറുണ്ട്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.